എന്റെ കർത്താവേ, എന്നാലും നീ എന്നോട് ഈ ചതി ചെയ്തല്ലോ. എന്റെ മാതാവേ, എന്റെ പിള്ളേർക്കൊന്നും വരുത്തല്ലേ. എപ്പോഴും മമ്മി വരുന്നേ? ഉടനെ വരുമ്പോളെ. നമസ്കാരം സാർ. നമസ്കാരം. മന്ത്രി IPS കാരൊക്കെയുള്ള തറവാടാ. പറഞ്ഞിട്ടെന്താ കാര്യം? റൊമാനിയയിൽ വെച്ച് ഭാര്യയും ഭർത്താവിനെയും കൂടെ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയത്. എനിക്കൊരു സമാധാനമില്ല. പുതിയ ഇൻഫർമേഷൻ വല്ലതും കിട്ടിയോ ബെന്നി? ഇല്ല. ഡൽഹിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പാപ്പച്ചനല്ലേ പറഞ്ഞത്? റൊമേനിയയിലെ ഇന്ത്യൻ എംബസിയിലേക്ക് ഹോം മിനിസ്റ്ററെ കൊണ്ട് തന്നെ വിളിച്ചു പറയിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ബെന്നി അവർ വിവരം അറിയിക്കും. രാവിലെയാണ് റോയച്ചൻ മിസ്സായത്. അന്ന് രാത്രി 10 മണി വരെ ഹോട്ടലിൽ ലൂസ് ചേച്ചിയെ കണ്ടവരുണ്ട്. അടുത്ത ദിവസം രാവിലെ തൊട്ട് ചേച്ചിയെയും കാണാതായി. റൂമിൽ നിന്ന് സാധനങ്ങളോ പണമോ ഒന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല. ഇതെന്നതാ പാപ്പച്ച? ഇതിനൊക്കെ പാപം ഞങ്ങൾ എന്നതാ ചെയ്തത്? അമ്മച്ച് വിഷമിക്കാതിരിക്കൂ. നാളെ കൂടി ഒരു വിവരവും കിട്ടിയില്ലെങ്കിൽ നേരിട്ട് ഇൻവെസ്റ്റിഗേഷന് ആളയക്കാന്നാ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ഓണേഴ്സ് ബംഗ്ലാ. ഇതൊരു പൊന്നാപുരം കോട്ട തന്നെ. ദൈവമേ, ഇവിടെ ഒരു മനുഷ്യനെയും കാണുന്നില്ലല്ലോ. ഇവിടെ ആരും ഇല്ലേ സാറേ? വില്യം ഡിസോ സാറേ? അതെ സാറേ, ഞങ്ങൾക്ക് തിരിച്ചെത്തിയിട്ട് വേറെ ഓട്ടോ ഉള്ളതാ. സാധനമൊക്കെ വേഗം ഇറക്കി വെക്കണം. ഇറക്കിട്ട് ഇവരെ കയറ്റി വെക്കാൻ പറയുന്നത് ആനയുടെ പാലുള്ള വെട്ടുകൾ കേട്ടല്ലോ. അത് ശരിയാ. ആരെങ്കിലും ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങി വന്നോട്ടെ. ശരി ശരി. ഹലോ, ഒമേഗ ഷിപ്പിംഗ് ക്ലിയറിംഗിലെ സ്റ്റാഫ് അല്ലേ? അതെ സർ, ഞാൻ രാജു, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാ. ഐ ആം പ്രൊഫസർ വില്യം ഡിസൂസ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഞങ്ങൾ ഇതേ സാറിന്റെ ബംഗ്ലാവിന് മുമ്പിലെത്തി. ആരെയും കാണാതെ വിഷമിച്ച് നിൽക്കുക. സാർ ഒന്ന് ഇറങ്ങി വരുമോ? ഞാനിപ്പോ ബംഗ്ലാവിലില്ല, കുറച്ച് ദൂരെയാ, എത്താൻ ലേറ്റ് ആവും. അയ്യോ സാർ, ഞങ്ങൾക്ക് ഇത് ഇറക്കി വെച്ചിട്ട് എറണാകുളത്ത് എത്താനുള്ളതാണ്. ലോറിക്കാരാണെങ്കിൽ ധൃതി കൂട്ടുക. അതിപ്പോ തൽക്കാലം അവരെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് പറഞ്ഞു വിട്ടിട്ട് രാജോടെ വെയിറ്റ് ചെയ്യും. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും സാറേ? ബാലൻസ് എല്ലാം കൂടി 30,000 റുപ്പീസ് ആവും. എടോ ഇറക്കാൻ വരട്ടെ. ഇങ്ങനെ ആളൊരു തൊട്ടി കേസാ. അല്ല സർ, ഞാനിവരോട് പെട്ടി പൊട്ടിക്കാതെ ഇറക്കണമെന്ന് പറഞ്ഞതാ. വെരി ഗുഡ്. എനിക്ക് വേണ്ടി രാജോടെ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ബില്ല് എമൗണ്ടിന്റെ കൂടെ എക്സ്ട്രാ 10,000 കൂടെ ഞാൻ തരാം. ഓക്കെ? എക്സ്ട്രാ 10,000 ഫോർ മീ? യെസ്. ഓ, എങ്കിൽ പിന്നെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു സർ. എടോ ഇറക്കിക്കോ. അങ്ങനെ തൊട്ടിയല്ല, സ്വർണ്ണ കട്ടിയാണ്. അല്ല സർ, പെട്ടിയെല്ലാം സ്വർണം പോലെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞതാ. ഓക്കെ സർ. അപ്പൊ സാറേ, ഞങ്ങൾ പെട്ടിയൊക്കെ ഇറക്കി വെച്ചിട്ട് പൊയ്ക്കോട്ടെ? നിങ്ങൾ പൊക്കോ, ഞാൻ ഇവിടുത്തെ സാറ് വന്നിട്ടേ വരുന്നുള്ളൂ. ശരി. താങ്ക് യു സർ. ഒന്ന് ബലത്തെ പിടിയടാ. സംഗതി വില്യം ഡിസൂസ് എന്നും പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പണി പറ്റിക്കോ ആവും. എനിക്ക് തെണ്ടിയത് തന്നെ. സർ. രാജു, ബംഗ്ലാവിന്റെ വാതിൽ തുറന്നു കിടക്കുക, അകത്ത് കയറി ഇരുന്നോളൂ. സാർ ഇങ്ങനെ വാതിലും തുറന്നിട്ടിട്ട് പോയാ കള്ളന്മാർ കയറി പണി പറ്റിക്കും. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ ഓക്കെ സർ. പോട്ടെ പോട്ടെ. അപ്പൊ സാറേ, ഞങ്ങൾ പോകുന്നേ. ഓക്കെ ജോണേ. പോട്ടെ പോട്ടെ. പോട്ടെ. സമയം ഒരുപാടായി. എപ്പോഴാണ് അയാളൊന്ന് വരിക? അയ്യേ, അല്ലെങ്കിൽ ഒറ്റയ്ക്കാകുമ്പോ ഏത് സൗണ്ട് ഇട്ടാലും പേടിക്കും. എലിയായിരിക്കും. പഴഞ്ചൻ കസേര. പേടിച്ചു പോയി.
ആ സാർ എത്തിയോ? ഗുഡ് ഈവനിങ് രാജു. ഗുഡ് ഈവനിങ് സർ. ഐ ആം പ്രൊഫസർ വില്യം ഡിസൂസ. Sir. ഹൗ ആർ യു? ഫൈൻ സർ. എന്തു പറ്റി? സാറിന്റെ കൈക്ക് ഭയങ്കര തണുപ്പ്. പുറത്തു നല്ല തണുപ്പല്ലേ, മാത്രമല്ല മഞ്ഞകാലം തുടങ്ങിയിരിക്കുന്നു. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ആ സർ. ഞാൻ രാജുവിനെ ബുദ്ധിമുട്ടിച്ചല്ലേ? ഇറ്റ്സ് ഓക്കെ സർ, ഇതൊക്കെ ഞങ്ങളുടെ ജോലിയല്ലേ. ദാ ഈ പേപ്പറിലൊന്ന് ഒപ്പിടണം. ഓ യെസ്. ദാ പേന. താങ്ക് യു സർ. വെൽക്കം. 30,000. ഉദ്ദേശിച്ച പോലെ തന്നെ പറ്റിച്ചു. ദാ പറഞ്ഞ പോലെ എക്സ്ട്രാ 10,000. താങ്ക് യു സർ. മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ, ഏതായാലും ഇതെനിക്ക് വലിയ സഹായമായി. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. സാറിന് അറിയാമോ, ഷിപ്പിംഗ് ക്ലിയറിംഗ് ഏജൻസിയിൽ ഒരു ജീവനക്കാരന് കിട്ടുന്ന ശമ്പളം 7,000 രൂപയാണ്. സംഗതി ഞാൻ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒക്കെയാ, പക്ഷെ ഒരു 10,000 രൂപ ഒരുമിച്ച് കൈ കിട്ടുന്നത് ഇപ്പോഴാണ്. അത് സാറിന്റെ വലിയ മനസ്സ്. താങ്ക് യു സോ മച്ച് സർ. മൈ പ്ലഷർ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ? അല്ല, ഇപ്പൊ ഈ രാത്രിയിൽ പോണോ? ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക്. അതൊക്കെ ഞാൻ പോയിക്കോളാം, ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു ശീലമല്ല. ഓക്കെ രാജു, ആസ് യു വിഷ്. താങ്ക് യു സർ. ഇവിടെ ഇരുന്ന് പെട്ടികളൊക്കെയോ സാർ? അതൊക്കെ ഞാൻ തകർത്ത് വെച്ചിടും. ആ ഒറ്റയ്ക്കോ? ആ വല്ല ഗുസ്തിക്കാരനോ ആയിരിക്കും. ഓ, ഇന്ന് കണി കണ്ടവനെ തന്നെ എന്നും കാണണേ. അയാൾക്കെന്താ പട്ടിക വേഷമുണ്ടോ? എന്റെ അമ്മോ സാറേ! വില്യം ഡിസൂസ സാറേ! എന്റെ പൊന്നി സാറേ, ഒന്ന് ഓടി വരണേ. സാറ് വന്നില്ലെങ്കിൽ ഇതെങ്കിലും എന്നെ കടിച്ചു കയറും. അറിയില്ല നിനക്ക് ഇങ്ങനെ തെണ്ടിയാണോ പണി ഉണ്ടത്? സാറേ, രക്ഷിക്ക് സാറേ. Go back. Go back. അത് ശരി, അപ്പൊ ഈ പട്ടികൾക്ക് ഇംഗ്ലീഷേ അറിയൂ. സോറി. സാറ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം കട്ട പുകയായി പോയനെ. എന്റെ അമ്മോ, ഇതൊക്കെ സാറ് വളർന്ന പട്ടികളാ? വളർത്തുന്നതല്ലെങ്കിലും ഞാൻ പറഞ്ഞ കേൾക്കുന്ന പട്ടികളാ. അത് ശരി. ഇനിയിപ്പോ ഈ രാത്രി സാർ പോവാൻ പറഞ്ഞാൽ പോലും ഞാൻ പോലെ സാർ. പോവാൻ പറയല്ലേ സാർ, പ്ലീസ്. താൻ വാ, ആദ്യം വന്നൊന്ന് ഫ്രഷ് ആവും. ഡൈനിങ് റൂമിലേക്ക് വന്ന ഡിന്നർ കഴിക്കാം. താങ്ക് യു സാർ. ഓ, ഞാനിപ്പോ പട്ടിക്ക് ഡിന്നർ ആയനെ സാർ. ഈ വീട്ടിൽ സാർ ഒറ്റയ്ക്കാ കഴിയുന്നത്? എന്താ ഇത്രയും വലിയ ബംഗ്ലാവ് ഉണ്ടപ്പോ താൻ പേടിച്ചു പോയോ? പ്ലീസ് കം. ആ മുറി പോയി തനിക്ക് ഫ്രഷ് ആവാം. വിദേശത്തൊക്കെ ജീവിച്ച ആളായതുകൊണ്ടായിരിക്കണം ഇത്ര ആതിഥ്യ മര്യാദ, സംസ്കാരം നിറഞ്ഞ പെരുമാറ്റം. സത്യം പറഞ്ഞ സാറിനെ നമിക്കണം. എന്റെ വിസിറ്റ് കാർഡ് തരാം. കേരളത്തിൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഞാൻ അപ്പോ ഓടിയെത്തും. തന്നെ എന്തോ താഴെ പോയി. ഫോട്ടോയാ? സർ, ആള് കൊള്ളാമോ? എന്റെ പെണ്ണ മീന, MBBS കഴിഞ്ഞ് ഹൗസ് സർജനാ. എന്റെ അമ്മാവന്റെ മോള് തന്നെ. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല പെൺകുട്ടി. യു ആർ വെരി ലക്കി. താങ്ക് യു. നിക്കാനാ പറഞ്ഞത്. പബ്ലിക് പ്ലേസാ, വൃത്തിയോട് കാണിക്കരുത്. അല്ലേലും വൃത്തിയോടൊന്നും കാണിക്കണ്ട. ആരെങ്കിലും കണ്ട മോശമല്ലേ?
ഇപ്പൊ ഒരു ഉമ്മ വന്നാ മതി. No. ഇതൊക്കെ ഒരു കാമുകന്റെ മൗലിക അവകാശമല്ലേ? ഇത് ചുമ്മാ വേഷം കിട്ടല്ലേ? എങ്കിൽ പിന്നെ ഞാനിത് തരില്ല. വേണ്ട, ഹേയ്, കൊണ്ടുപോയി. നീന. ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കും. എന്നാ പിന്നെ ഇത് കടപ്പുറത്ത് ഇറങ്ങട്ടെ. എന്റെ ദേവി, ഈ അറബിഷ്കൻ എനിക്ക് വേണ്ടി വലിയ ഗിഫ്റ്റ് ആണല്ലോ വാങ്ങിയത്. ഗുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു ട്ടോ. അപ്പൊ ആൾക്ക് നല്ല പുരോഗതി ഉണ്ട്. പുരോഗതി ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. നീ നിന്റെ അച്ഛനും പറയുന്ന പോലെ ഒരു മത്തപ്പാടി കേസ് എന്നല്ല ഞാൻ ഇന്നിപ്പോ തെളിയിക്കാൻ പോവാ. എന്താ സംഭവം? ഞാനോടൊന്ന് അറിയട്ടെ. വല്ല ലോട്ടറി ഞാൻ അടിച്ചോ? ലോട്ടറി? അങ്ങനെയും പറയാം. തൽക്കാലം ഒരു 10,000 രൂപ ലോട്ടറി. ഞാൻ ഇന്നലെ ഒരു ഇഡിയോട്ട് പാർട്ടിയെ പരിചയപ്പെട്ടു. പ്രൊഫസർ വില്യം ഡിസൂസ. അങ്ങേരാളൊരു സംഭവം. വിദേശത്ത് വന്ന എന്നെയും വിദേശത്ത് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ടുണ്ട്. സത്യം? വിദേശത്ത് പോകാൻ പറ്റിയ രാജു രക്ഷപ്പെടുമെന്ന് ജാതകം നോക്കി എന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളതല്ലേ? നിന്റെ അച്ഛൻ അങ്ങനെ പലതും പറയും. നല്ല ജോലി ഇടിയിലും കല്യാണം പോലും കഴിപ്പിച്ചതല്ലാന്ന് ഇടയ്ക്ക് പറയാറുണ്ട്. നീ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കേട്ടാ മതി. MBBS കഴിഞ്ഞ MDക്ക് നീ വെളിയിലായിരിക്കും പഠിക്കുക. Oh my God! വിദേശത്ത് പോയി MD എടുക്കാന്നുള്ളത് എന്റെ ഒരു സ്വപ്നമായിരുന്നു. എല്ലാം എന്റെ പ്രാർത്ഥനയുടെ ഫല. അത് ശരി. അപ്പൊ ഞാൻ ഈ പ്രൊഫസറെ കറക്കി കയ്യിലെടുത്തോണ്ടൊന്നുമല്ല. ഇത്രയും ഭയങ്കര സംഭവം ശരിയാക്കി വന്നിരിക്കുക. ഇനി ഞാൻ ചോദിച്ചു നിങ്ങൾ തന്നേക്ക്. പറഞ്ഞു പറ്റിക്കരുത് കേട്ടോ. അച്ഛൻ നേരത്തെ എത്തിയോ? അമ്മാവൻ നേരത്തെ എത്തിയല്ലേ? അല്ല, ഞാൻ വരുമ്പോ മീന ബസ് കാത്ത് നിൽക്കുന്ന കണ്ടു. രാത്രി ആയതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവിടാന്ന് കരുതി. അത് പിന്നെ സരിതയുടെ അമ്മ കാർ കൊണ്ട് വിടാന്ന് പറഞ്ഞു. ഞാനാ പറഞ്ഞ വേണ്ടെന്ന്. അതെ അതെ, ഉക്കിലും ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. ഓ, ബർത്ത്ഡേ പാർട്ടിക്ക് നീ കൂടെ പോയിരുന്നു? അല്ല, അത് പിന്നെ മീന പറഞ്ഞു. ഞാനാ പറഞ്ഞത്. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. നിന്റെ ഈ പ്യൂൺ പണി കൊണ്ട് വല്ല ഗുണവും ഉണ്ടോടാ? പ്യൂൺ പണിയോ? ഷോ, ഈ അമ്മാവനോട് പറഞ്ഞു ഞാൻ തോറ്റു. ഞാനൊരു ബിസിനസ് എക്സിക്യൂട്ടീവ് അല്ലേ? എന്ത് എക്സിക്യൂട്ടീവ് ആണെങ്കിലും കിട്ടുന്ന ശമ്പളം പ്യൂണിന്റെ അല്ലേടാ. ഞാൻ നിന്റെ അച്ഛനോട് പല പ്രാവശ്യം പറഞ്ഞതാ, ആ ചെറിയ അമ്പലത്തിലെ ശാന്തിപ്പണി നിർത്തി രണ്ടുപേരും കൂടി ഇവിടെ വന്ന് എന്റെ പരികർമ്മിയായി നിൽക്കാൻ. കേട്ടില്ല? മാസം ഒരു 50,000 രൂപയെങ്കിലും തീർത്തു ഉണ്ടാക്കാം. പറയുമല്ലാതെ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതല്ല അമ്മാവ, അച്ഛൻ്റെതായ ചില ചിട്ടവട്ടങ്ങളും വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്റെ കാര്യം, ഞാനുടനെ എന്റെ ബോസുമായി വിദേശത്ത് പോവല്ലേ. ആരുമായി? എന്റെ ബോസുമായി. ലോക പ്രശസ്ത സയന്റിസ്റ്റായ വില്യം ഡിസൂസാറിന്റെ കാര്യമാ പറഞ്ഞത്. എന്നെയും കൂടി വിദേശത്ത് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ കോടീശ്വരനല്ലേ? അതൊരു നല്ല കാര്യമാണ്. വിദേശത്തൊക്കെ പോയാ നല്ല ശമ്പളവും കിട്ടും, കൂടെ അതൊരു പേരുവാ. പിന്നെ അമ്മാവാ, വിദേശത്തൊക്കെ പോയി ജോയിൻ ചെയ്തിട്ട് മതി കല്യാണമൊക്കെ. ധൃതി ഒന്നും വെക്കണ്ട. അല്ല, അതിനാര് ധൃതി വെക്കും? അല്ല, പറഞ്ഞേ ഉള്ളൂ. 24 മണിക്കൂറും ഞാനും നിന്റെ അച്ഛനുമൊക്കെ ഭഗവത് മന്ത്രങ്ങളല്ലേ ചൊല്ലുന്നത്. നല്ലതേ വരൂ, നേരെ വേറെ ആവുന്നൊരുപ്പിച്ചല്ലേ. അച്ഛന്റെ കൂടെ മന്ത്രങ്ങൾ പഠിച്ചു തുടങ്ങും മുമ്പ് സിദ്ധിയും കിട്ടിയോ? ഞാൻ പുറകിൽ വന്ന കാര്യം എങ്ങനെ അറിഞ്ഞു? അതാണ് താര. നീ നിന്റെ ചുറ്റിക്കർക്കൊക്കെ നിർത്തിക്കോ. ദിവ്യദൃഷ്ടി കൊണ്ട് എല്ലാം കണ്ടുപിടിച്ച് ഞാൻ അച്ഛനോട് പറയും. അയ്യോ, ചതിക്കല്ലേ. ഞാൻ ഇനി ചേച്ചിയോട് ചോദിച്ചിട്ട് എവിടെയും പോട്ടോ. എങ്കി പറ, രാജുവുമായി ഇന്ന് എവിടെയൊക്കെ കറങ്ങി? പറയാം. ഇന്ന് ഒരു അടിപൊളി പാർട്ടിയെ മീറ്റ് ചെയ്തു. പ്രൊഫസർ വില്യം ഡിസൂസ. രാജുവിന്റെ ഫ്രണ്ടാ. അങ്ങനെ വളരെ നാള് വിദേശത്തായിരുന്നു. എന്റെ ചേച്ചി, അങ്ങേരുടെ കണ്ണില് കാന്തം പിടിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ പവർഫുൾ. നീണ്ട മൂക്ക്, നീട്ടി വളർത്തിയ മുടി. ആളെ ഒന്ന് നോക്കി നിക്കാൻ തന്നെയുണ്ട്. എങ്കിൽ അയാളെ എനിക്കും ഒന്ന് കാണണമല്ലോ. ചേച്ചി കണ്ട വീണു പോവും തീർച്ച. പിന്നെ മോളെ, വേറെ ആണുങ്ങളെ ഇങ്ങനെയൊക്കെ പുകഴ്ത്തി പറയുന്നത് നിന്റെ രാജു കേട്ടാ പിണങ്ങ് പറഞ്ഞേക്കാം. രാജുവിനെ അയാളെ പുകഴ്ത്താനേ നേരമുള്ളൂ. പിന്നെ ചേച്ചി, രാജുവിനെ അയാളെ വിദേശത്ത് കൊണ്ടുപോവാ. ഗുഡ്, അപ്പോൾ രക്ഷപ്പെട്ടല്ലോ. വേറെ ഒത്തിരി വിശേഷം പറയാനുണ്ട്. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. ഓക്കേ, അപ്പോഴത്തേക്കും മോക്ക് ഞാനൊരു നല്ല ബ്രൂ കോഫി ഇട്ട് തരാം കേട്ടോ.